എനിക്കാണെങ്കിൽ ക്വസ്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് തന്നെ അറിയില്ലായിരുന്നു. നമ്മള് മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നതുകൊണ്ട് അത്ര വലിയ ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. അപ്പോ മാഡത്തിന്റെ ക്ലാസ് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. പാർട്ട് എയില് ഞാനാണെങ്കിൽ ക്വസ്റ്റ്യൻ ഈ വേർഡ്സ് മാത്രം അണ്ടർലൈൻ വായിച്ചിട്ടാ പോകും. അപ്പൊ സെന്റൻസ് ആയിട്ട് വായിച്ചെങ്കിൽ ആ മീനിങ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ്സ് കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെ പാർട്ട് ബിയും സിയും, ബിയിലെ ക്വസ്റ്റ്യൻ ഇത്രയും വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തന്നെ മാഡത്തിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. പിന്നെ പാർട്ട് സിയിൽ ആകെ നമുക്ക് അറിയാൻ ഒരു എലിമിനേഷൻ മെത്തേഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പല ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇലിസ്ട്രേറ്റ്, പിന്നെ കോസ് ആൻഡ് എഫക്ട്. അപ്പൊ അതിനനുസരിച്ച് ആ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ഒരു ആൻസർ ചെയ്യണമെന്ന് മാഡത്തിന്റെ ക്ലാസ്സിലാണ് പിടികിട്ടിയത്. പിന്നെ ലിസണിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ അവര് പറയുന്ന ഓഡിയോ കംപ്ലീറ്റ് ആയിട്ട് കേട്ടിട്ട് ആൻസർ എഴുതുക, അതൊന്നും ഇല്ലായിരുന്നു. നമുക്ക് വേണ്ട പാർട്ട് മാത്രം കേട്ടിട്ട് എഴുതുക. പാർട്ട് ബി ആണെങ്കിലും ക്വസ്റ്റ്യൻ അനുസരിച്ച് അവര് പറയുന്ന സിനോണിംസ് ഉപയോഗിക്കാൻ അങ്ങനെ ഇത്ര ഇന്റൻസ് ആയിട്ട് കേൾക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മാഡത്തിന്റെ ക്ലാസ്സിൽ നിന്നാണ് മനസ്സിലായത്. ഈ സൈൻ പോസ്റ്റിംഗ് അത് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ലിസണിങ് പിന്നെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും എനിക്ക് അനീഷ മാമും പിന്നെ സെലിൻ മാം, സോണിയ മാം എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ നേരത്തെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എലിമിനേഷൻ മെത്തേഡ് നമുക്ക് ഒരു മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്ന ആൾക്ക് നമുക്ക് അത് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്ര വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതൊക്കെ നമുക്ക് പാടായി. പിന്നെ മാഡം ആണെങ്കിൽ പാർട്ട് സി തന്നെ എത്ര ടഫ് ആയിട്ടുള്ള പാരഗ്രാഫ് ആണെങ്കിലും എങ്ങനെ വായിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. കണക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് എങ്ങനെ മീനിങ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ വളരെ കൂടിയ കടുകട്ടി ഇംഗ്ലീഷ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മള് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു സ്കില്ല് വേണം. അത് മാഡം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. കണക്ടേഴ്സ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം, ഇത് വന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, ആൻഡ് വന്നാൽ, ഓർ വന്നാൽ, ഇവന്തോ വന്നാൽ, ഇങ്ങനെയൊക്കെ മാഡം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് തന്നെ നമുക്ക് എത്ര കട്ടിയുള്ള പാരഗ്രാഫ് ആണെങ്കിലും നമുക്ക് ഒരു ഓവറോൾ മീനിങ് കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് ആൻസർ ലൊക്കേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പം. പിന്നെ നമുക്ക് ആ ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഓഫ്കോഴ്സ് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാനുള്ള സ്കില്ല് വേണം. പക്ഷെ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് എങ്ങനെ ഡിഫറെന്റ് മെത്തേഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒരുപാട് മെറ്റീരിയൽസ് ചെയ്തുകൊണ്ട് വലിയ ഗുണമുണ്ടാവില്ല. മാഡത്തിന്റെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇരുന്ന് വളരെ യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് ഇത്രത്തോളം OET-യിൽ ഇത്രത്തോളം കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെന്ന് തന്നെ മനസ്സിലാക്കുന്നത് ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുള്ള ആളാണ്. പാർട്ട് എയില് എസ്പെഷ്യലി ഞാൻ ഇത് മാത്രം ഒരു വേർഡ് മാത്രം വായിച്ചിട്ട് പോവാണ്. അപ്പൊ എല്ലാം സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കട്ടേ ഉള്ളൂ, അല്ലാതെ ഒരു അകത്തുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് വായിച്ചൊന്നും നോക്കാറില്ല. എന്നിട്ട് ഓൾറെഡി ക്വസ്റ്റ്യൻ ചെയ്യാണ് പതിവ്. പക്ഷെ മാഡം പറഞ്ഞ സെന്റൻസ് ആയിട്ട് വായിക്കണം, പെട്ടെന്ന് വായിക്കണം, 2 മിനിറ്റ്സ് എടുത്ത് വായിക്കണം. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റി. പിന്നെ പാർട്ട് ബി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ നമുക്ക് തോന്നുന്നോണൊക്കെ ആൻസർ ചെയ്യും, അതായിരുന്നു പതിവ്. എലിമിനേഷൻ മെത്തേഡ്, രണ്ടിലും എലിമിനേഷൻ മെത്തേഡ് റോങ് ആയിട്ടുള്ള ടെക്നിക്കുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മാഡത്തിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ എല്ലാം ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ തന്നെ പിടികിട്ടിയത്.